ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കണില്ല, നമ്മൾ പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും അറിയണം തന്നെയല്ലേ. പിന്നെ ഉള്ളത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കോവക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോവക്ക അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കോവക്കുപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങയിലേക്ക് പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നരച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ചട്ടി ചൂടാക്കിയെടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകിടുക, പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടുക. അതിനുശേഷം കോവക്ക കഴുകിയത് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ. എന്നിട്ട് അതൊന്ന് മുക്കാൽ വേവാവുന്ന സമയത്താണ് നമ്മളിലേക്ക് തേങ്ങ ചേർക്കേണ്ടത്. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ നമ്മളെ കോവക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കേണ്ടത് ഓർക്കാപ്പുളി വെച്ചിട്ടുള്ളൊരു മോരുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓർക്കാപ്പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളി ഇല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക്. അപ്പോൾ നല്ല പുളി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഓർക്കാപ്പുളി ഇതുപോലെ എടുത്തുകൊണ്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കുറച്ച് അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർക്കാപ്പുളി നന്നായിട്ട് വെന്തിട്ട് ഉടക്കാൻ വേണം. അപ്പോൾ അതിന് കണ്ടിട്ട് വേണ്ട നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എരിവിന് ആവശ്യമുള്ള മുളക് ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, എന്നിട്ട് അത് വേവിക്കാനായിട്ട് വെക്കുക. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി അതുപോലെ കുറച്ച് നല്ല ജീരകം ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വെന്ത് കഴിഞ്ഞ ഓർക്കാപ്പുളിയിലേക്ക് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കടുകിട്ട് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മോരുകറി ആയിട്ടുണ്ടത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. ആദ്യം നമ്മൾ റവ ഒന്ന് വറുത്തെടുക്കും. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ എത്രത്തോളമാണ് നമ്മൾ റവ എടുത്തത്, 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ സിമ്പിളായിട്ടുള്ള റവ ഉപ്പുമാവ് റെഡിയാവും. ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പികൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്